ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളായി ഒരു പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസിൽ അതിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. വീതി 5 സെൻറ്റിമീറ്ററും അതിൻ്റെ നീളം എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്റർ. അങ്ങനത്തെ ഒരു 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ 6 പീസും ചേർത്ത് ഒത്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ 6 പീസ് പൊട്ടിച്ചിട്ട് അടുത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് അടച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒട്ടിച്ച ഭാഗം മറ്റൊരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് പേന കൊണ്ട് അതിൻ്റെ അടി സൈഡ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടി സൈഡ് വരച്ചെടുത്തത് ഇനി നമുക്കൊരു കത്രി ഉപയോഗിച്ച് അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഇനി നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മോൾഡിലോട്ട് ചേർത്ത് ഒട്ടിച്ചെടുക്കുക. ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതിനകത്തിരിക്കത്തക്ക രീതിയിലുള്ള, അകത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മോൾഡിൻ്റെ 1 ഇഞ്ച് കുറഞ്ഞ് നിൽക്കണം ചുറ്റളവ്. അപ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അത് നല്ല ഫിനിഷിംഗ് ഉള്ളതാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ പേപ്പർ ചുറ്റേണ്ട ആവശ്യമില്ല. അത് ഒരുപാട് അതിൽ കുഴിവൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ മറ്റൊരു കട്ടിയുള്ള പേപ്പർ റൗണ്ട് ഷേപ്പിൽ ചുറ്റിയിട്ട് അതിന് ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ആ സൈഡ് നല്ലൊരു വൃത്തി കിട്ടും. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് മറ്റൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ചെറിയൊരു അടപ്പാണ്. അടപ്പ് വയ്ക്കുന്നത് നമുക്ക് ചെറിയൊരു ഇൻഡോർ പോട്ടായിട്ടും ഇത് ഉപയോഗിക്കാം, പെൻസിൽ ഹോൾഡറായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതിന് 2 ഉപയോഗം വരാൻ വേണ്ടിയാണ് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പ് കൂടെ അടി സൈഡിൽ വെച്ചത്. കാരണം പോട്ടായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അടി സൈഡിൽ പിന്നെ ചെടി നട്ടിട്ട് വെള്ളം കളയാൻ വേണ്ടിയുള്ള ഹോൾ ഇടാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വൈറ്റ് സിമെൻറ്റും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ച് അത് ചുറ്റാതെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഫില്ല് ചെയ്ത് ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ പുറത്തുള്ള പേപ്പറെല്ലാം ഇളക്കി മാറ്റാം. പേപ്പറെല്ലാം ഇളക്കി മാറ്റിയിട്ട് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ വലിയ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ചുരണ്ടി കറക്റ്റ് ലെവൽ ചെയ്തെടുക്കാം. ചിലപ്പം കട്ടി കുറഞ്ഞ കാർഡ്ബോർഡാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചെറിയ വളവൊക്കെ വരും. അപ്പോൾ അതെല്ലാം കൂടെ കത്തി ഉപയോഗിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കതിനെ ഒരു പെൻസിലിൻ്റെ മോഡലിലുള്ള പെൻസിൽ ഹോൾഡറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം പെൻസിലിൻ്റെ മുകൾ സൈഡ് വരുന്ന കണക്കിന് ആ റൗണ്ടൊക്കെ കറക്റ്റ് വരച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം, റൗണ്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗം കറക്റ്റ് ചരിച്ച് മുകളിലോട്ട് നല്ലവണ്ണം റൗണ്ട് ഷേപ്പിൽ ചെത്തിയിടുക. ഇപ്പോൾ കത്തി ഉപയോഗിച്ച് മൊത്തം ചുരണ്ടി ഏകദേശം കാണാൻ നല്ലൊരു ലുക്കിലുള്ള വൃത്തിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് ഇനി അതിനകത്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും ആ പേപ്പറും എല്ലാം എടുത്ത് മാറ്റാം.
അപ്പോൾ പേപ്പറെല്ലാം എടുത്ത് മാറ്റിയിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പേപ്പറാണ്. അപ്പോൾ പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം 80-ൻ്റെ വലിയ പേപ്പറാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. ആ വലിയ തടുപ്പും എല്ലാം പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പറെല്ലാം പിടിച്ച് തീർന്നിട്ട് ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം കളറിന് വേണ്ടി എടുത്തേക്കുന്ന പെയിൻ്റ് എല്ലാം ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കളറ് നമുക്ക് ആക്രിലിക്കിൻ്റെ യെല്ലോയും വൈറ്റും കൂടെ തുല്യ അളവിൽ ചേർത്ത് ഒരു ലൈറ്റ് യെല്ലോ കിട്ടും. അത് നമുക്ക് എൻ്റെ മോൾ സൈഡിൽ നിന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അടി സൈഡിൽ കൊടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ ബ്ലൂ കളറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ കളറെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിച്ചു കൊടുത്താൽ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.